നമസ്കാരം സാറേ. നമസ്കാരം ലിനീഷേ. അപ്പോൾ നമ്മുടെ മഴക്കാല മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മണ്ണിൽ. സാറ് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണ്, മഴ കുറവാണോ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തൊക്കെ നമുക്ക് മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്താൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഉപാധിയാണ് അമോർഫസ് സിലിക്ക, അല്ലെങ്കിൽ സാധാരണ നാച്ചുറൽ സിലിക്ക. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇത്രത്തോളം ആധികാരികമാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സിലിക്കയെ പറ്റി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് മുന്നേ സംസാരിച്ചിട്ടുണ്ട് സിലിക്കയെ പറ്റി. അതായത് നമുക്ക് മേജർ ന്യൂട്രിയൻസ് കഴിഞ്ഞാൽ സെക്കൻഡറി ന്യൂട്രിയൻസ് വേണം. ഏലത്തിനെ സംബന്ധിച്ച് ഈ ദ്വിതീയ ശ്രേണിയിൽപ്പെടുന്ന മൂലകങ്ങളിൽ അതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സിലിക്ക. സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH, ഇപ്പം നമ്മളെല്ലാ കാര്യം പറയുമ്പം പാല് കുടിക്കുന്ന ഗുണം ചായ കുടിച്ചാൽ കിട്ടുമെന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതേകൂട്ടാണ് pH അത്യാവശ്യം ഒരു നോർമൽ pH ഒക്കെ നിൽക്കുന്നിടത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ പോകുന്ന വെള്ളമെല്ലാം പിടിച്ച് നിർത്തുമല്ല, അതിന് ഈക്വലായിട്ടുള്ള ക്വാണ്ടിറ്റിയിലെ വെള്ളം പിടിച്ച് നിർത്താനും ചെടിക്ക് ഫൈബർ കണ്ടൻറ്റ് കൂട്ടാനും എല്ലാം നല്ല രീതിയിൽ ഗുണപ്പെടുന്ന സാധനമാണ് സിലിക്ക. അപ്പോൾ ഈ സിലിക്കയെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂട് കൊണ്ട് പുകഞ്ഞു പോയി. നമ്മൾ ഇടുക്കിക്കാർക്ക് വലുതായിട്ട് അറിഞ്ഞിട്ടില്ല. ഇടുക്കി ജനിച്ചു വളർന്ന കക്ഷികളൊക്കെ AC വെക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. അതേ രീതിയിലാണ് ഉഷ്ണതരംഗം വന്നത്. ഇപ്പം മുന്നോട്ടും ആ കാലാവസ്ഥയൊക്കെ വരും, അടുത്ത വർഷങ്ങളിലൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടാസ്യം സിലിക്കേറ്റ്, സിലിസിക് ആസിഡ്, അങ്ങനെ പല ഫോമുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോകണ്ട. നോർമലായിട്ടുള്ള സിലിക്ക, അതായത് നാച്ചുറൽ സിലിക്ക, നമ്മൾ അമോർഫസ് സിലിക്ക എന്നൊക്കെ പറയത്തില്ല. അമോർഫസ് സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രൂപഘടന ഇല്ലാത്തതിനെ നമ്മൾ ഇത് പറയുന്നത്, അത് പൊടിയായിട്ട് കിട്ടും. സിലിക്ക ക്രിസ്റ്റലൈനും ഉണ്ട്, അമോർഫസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ സിലിക്കയുണ്ട്. നാച്ചുറൽ സിലിക്ക നമ്മൾ ഒരു 200-250 ഗ്രാം ഏലച്ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഗുണം കൂടുതലാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഇത് അഴുകളുണ്ടാക്കുമോ. അങ്ങനെ അഴുകളുണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമല്ല, വെള്ളം പിടിച്ച് കെട്ടിക്കിടക്കത്തില്ല. കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഈക്വലായിട്ടുള്ളതാണ് ഏറ്റവും ടോപ്പിൽ വരാവുന്നത്. അത്ര വെള്ളം കിടക്കും. ഇപ്പം ചെയ്യാനല്ല, മുന്നോട്ട് പോകുമ്പോഴോ ഇനി ഉണക്ക് ബാധിക്കുമെന്ന് തോന്നുമ്പോഴോ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെല്ല പല സ്ഥലങ്ങളിലും ഈ പോളി ആക്രിലേറ്റുകളുണ്ട്. അതിലിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെയും പ്രായമുള്ളൊരു ഡയപ്പറില്ലേ, അതിൽ ഉപയോഗിക്കുന്ന ആക്രിലേറ്റുകളുണ്ട്. അതായത് സോഡിയം പോളി ആക്രിലേറ്റ്, പൊട്ടാസ്യം പോളി ആക്രിലേറ്റ്, അങ്ങനെ വരുന്നുണ്ട്. ഏലത്തിനെ സംബന്ധിച്ച് പൊട്ടാസ്യം പോളി ആക്രിലേറ്റാണ് നല്ലത്. പക്ഷെ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ വില കൂടുതലും കൊണ്ട് നമുക്കതിലും കുറച്ചുകൂടെ ആൾക്കാരെ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സിലിക്ക. സിലിക്ക നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തണുച്ചൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈർപ്പം നിലനിൽക്കുന്നതിലും കുറച്ചുകൂടെ കാലങ്ങളോളം വെള്ളം നിലനിർത്താൻ നല്ലതാണ്. കൂടാതെ വേരിൻ്റെ സ്ട്രക്ചറിന്, വേരിൻ്റെ ആ കരുത്ത് കൂട്ടാനും ചെടിയുടെ കരുത്ത് കൂട്ടാനും നാരുകട്ടി കൂട്ടാനും അത് നല്ലതായിരിക്കും. കൂടാതെ ഇതെല്ലാം ചെല്ലുമ്പോഴത്തേക്കും അരിയെണ്ണം കൂടാനും, പിന്നെ നമ്മളിപ്പോൾ പറയുമ്പം പൊതുവായിട്ടൊരു കാര്യം പറയും, രോഗകീടങ്ങളെയൊക്കെ പ്രതിരോധിക്കുമെന്ന് പറയും. എന്നും പറഞ്ഞ് നമ്മൾ സിലിക്ക കൊടുത്തെന്നും പറഞ്ഞ് ഒരു തണ്ടുതുരപ്പൻ കുത്താതിരിക്കത്തൊന്നും നമുക്കില്ല. അതിൻ്റെ സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ കുത്തിയേക്കാം. അപ്പോൾ അതിന് നാരുകെട്ട് കൂടാനും അരിയെണ്ണം കൂടാനും, കൂടാതെ അതിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ, pH നിലനിർത്തിക്കൊണ്ട് പോകാൻ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടാൻ, ഇതിനെല്ലാം സിലിക്ക നല്ലതാണ്. അപ്പോൾ സിലിക്ക ഒരു നാച്ചുറൽ സിലിക്ക കിട്ടുവാണെങ്കിൽ കടകളിൽ ആവശ്യപ്പെട്ടാൽ മതി. വലിയ വിലയൊന്നും വരത്തില്ല. ഒരു ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വ്യത്യാസം വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60-75 രൂപയ്ക്കൊക്കെ കടകളിൽ കിട്ടും. അതിലൊരു 200-250 ഗ്രാമൊക്കെ വെറുതെ നമുക്ക് വിതറി കൊടുത്താൽ മതിയാവും. ഇപ്പോഴല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത്. മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ, കാരണം എല്ലിനോ പ്രതിഭാസം ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ വിദഗ്ധരൊക്കെ പറയുന്നത്. ഇപ്പം നമ്മുടെ അനുഭവം അങ്ങനെ തന്നെ. പിന്നെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലയിടത്തും പല രീതിയിലാണ്. പിന്നെ നമ്മളീ പറയുമ്പം ഈ കാലാവസ്ഥക്കാരും നമ്മുടെ ഈ പരിസ്ഥിതി സ്നേഹികളൊക്കെ കുറ്റപ്പെടുത്തുന്ന ഇടുക്കിക്കാരെയാണ്. നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിനൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ മതി. നാഷണൽ ഹൈവേ വന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേ വന്നപ്പോഴത്തേക്കും പലരുടെയും പിടിപ്പുകേട് കൊണ്ടാണ് ലക്ഷക്കണക്കിന് മരങ്ങളെ വെട്ടിപ്പോയിരിക്കുന്നത്. അതും നമ്മുടെ ഈ ആഗോളതാപനത്തിൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കുഴപ്പമാണ്. അപ്പോൾ ചോദിക്കും, ഇടുക്കിയിൽ മരം വെട്ടുന്നതുകൊണ്ട് അവിടെ താഴോട്ട് മഴ കുറയുന്നു കൂടുന്നെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം നമുക്കിവിടെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സിലിക്കയുടെ ഒരു ആപ്ലിക്കേഷൻ നല്ലതായിരിക്കും. സെക്കൻഡറി ന്യൂട്രിയൻസ്, അതായത് ദ്വിതീയ മൂലകങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള സാധനമാണ് സിലിക്ക. അത് നാച്ചുറൽ സിലിക്ക കിട്ടുവാണെങ്കിൽ, ഈ പൊട്ടാസ്യം സിലിക്കേറ്റോ കാര്യങ്ങളൊക്കെ ആരും ചെയ്യുന്നതിന് നമുക്ക് എതിർപ്പുണ്ടായിട്ടല്ല, അതിന് വില കൂടുതലായിരിക്കും. ഇത് ചെറിയ ഒരു ചിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്കൊരു കാര്യമോടെ പറയാം. നമ്മുടെ പല ആൾക്കാരും പറഞ്ഞു പോയ കാര്യങ്ങളുണ്ട്. പറഞ്ഞു പോയത് അവരുടെ കുഴപ്പമല്ല, ഈ തിരക്ക് പിടിച്ച് പറഞ്ഞു പോകുമ്പോഴേ
ഡെനീസ് നമ്മൾ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതല്ല, ഇത് ആൾക്കാർ ചിന്തിക്കുമെന്ന് വെച്ചാൽ ഇപ്പം ഈ കഴിഞ്ഞ വർഷവും കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരാൾ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥലം പറയുന്നില്ല. വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, മെറ്റലോ പൊട്ടാസിലിക്കേറ്റൊക്കെ ചെയ്തിട്ട് എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. നമ്മുടെ പൂപ്പാറ, രാജാക്കാട് ആ മേഖലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇന്നാളാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരുടെ തെറ്റല്ല അത്. അപ്പോൾ ഞാൻ ചോദിച്ചു നനയ്ക്കാനുള്ള, ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ തന്നെ ഒരു വാക്ക് വന്നായിരുന്നു, മരുന്നടിക്കാൻ പോലും വെള്ളത്തിന് കുറവാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നനച്ചില്ലേന്ന് ചോദിച്ചു. നനച്ചൊന്നുമില്ല, എനിക്ക് നനയ്ക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയുന്നവർ ഓർത്ത് പറയുന്നില്ല, അവരങ്ങനെ കണക്കൂട്ടി തെറ്റായിട്ട് പറയുന്നതല്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയി. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ സിലിക്ക കൊടുക്കുമ്പോഴും നനയ്ക്കുന്ന സ്ഥലമാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഈർപ്പം കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിലും ഉപയോഗിക്കാവുള്ളൂ. ആ ചെടി പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ അദ്ദേഹം ഒരു ചെടിക്ക് പോലും നനച്ചിട്ടില്ല. പൊട്ടാസ്യം സിലിക്കേറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട്, മെത്തലോ സ്പ്രേ ചെയ്തു. എന്നിട്ട് കുറ്റപ്പെടുന്ന ഇത് പറഞ്ഞ ആൾക്കാരെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇപ്പം മരുഭൂമി പോയിട്ട് ഞാൻ ചൂടിൽ നിന്ന് പ്രൊട്ടക്ഷനുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ആവശ്യമുള്ള ഈർപ്പം കൊടുത്തിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നവരുടെ മണ്ടയ്ക്കായിരിക്കും കുറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇവർ മനഃപൂർവ്വം പറഞ്ഞ വിട്ടുപോകുന്നതല്ല, ഇതിനിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. ചെറിയ ഈർപ്പം കൊടുക്കണം, അല്ല ഈർപ്പം നിലനിർത്തി കൊണ്ട് ചെയ്യണം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള പരിപാടിയാണ്. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മെത്തലാണെങ്കിലും പൊട്ടാസ്യം സിലിക്കേറ്റ് ആണെങ്കിലും ഡിസംബർ മാസം തൊട്ടേ കൊടുത്തു തുടങ്ങുക. പിന്നെ നമുക്ക് ഈർപ്പം നിലനിർത്താൻ പറ്റുന്നവർ അധികമായിട്ടല്ല, അപ്പോൾ ആ ഈർപ്പത്തിൻ്റെ തോത് കൂടുതൽ കാലം നിലനിർത്താനും അധികമായിട്ട് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഇത് ചെയ്തിട്ട് ഇതിനെ കുറ്റപ്പെടുത്തരുത്. അത് അഡ്വാൻസ് നമ്മൾ ഡിസംബർ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇത് കുറ്റപ്പെടുത്തൽ പറഞ്ഞാൽ അത് അങ്ങനെ അവരുടെ കുഴപ്പമല്ല, അത് അവർ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത ആൾക്കാർ ചെയ്തിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഇതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ പ്രതിരോധം തീർക്കാൻ പറ്റിയ ഒരു സോഴ്സ് അല്ലേ നമുക്ക് ഈ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത്. അതെ 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 അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏലത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അരിയെണ്ണം കൂടാനും ഓയിൽ കണ്ടൻറ്റ് കൂടാനും എല്ലാം പൊട്ടാസ്യം വേണം. നമ്മൾ പല ആൾക്കാരും പറയും NPK എന്ന കൂട്ടത്തിൽ നൈട്രജനും ഫോസ്ഫറസും മാത്രമാണ് പറയുന്നത്, പൊട്ടാഷ് വേണം, തുടക്കം മുതൽ തന്നെ വേണം. പിന്നെ ഏലത്തിനെ സംബന്ധിച്ച് എൻ്റെ റെക്കമെൻഡേഷൻ 1:1:2 അതായത് 1% നൈട്രജൻ ഉണ്ടെങ്കിൽ 1% ഫോസ്ഫറസ്, 2% ഇരട്ടി പൊട്ടാസ്യം വേണം. അതായത് ഏലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോളകളോട് വരുന്നതാണ്. അപ്പോൾ അതിന് നാരുകെട്ടി വരണം, അതിന് കുഴപ്പങ്ങൾ വരരുത്, കീടങ്ങളുടെ ആക്രമണം കുറയണം, പിന്നെ അരിയെണ്ണം കൂടണം, കായ്ക്ക് സൈസ് കിട്ടണം, ഓയിൽ കണ്ടൻറ്റ് കൂടണം, ഇതിനെല്ലാം വേണം. ഇനി ഒരു കാര്യം പറയാം, ഈ പൊട്ടാസ്യം ഉപയോഗിക്കുന്ന പല ആൾക്കാരും തെറ്റായിട്ടൂടെ പറയുന്നുണ്ട്. പൊട്ടാഷ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സാധാരണ പൊട്ടാഷ് എന്ന് വെച്ചാൽ പൊട്ടാസ്യം നമ്മളിവിടെ കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് വെച്ചാൽ പൊട്ടാസ്യം തനിച്ച് വരുന്നത് കിട്ടുന്നുണ്ട്. പിന്നെ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉണ്ട്, അതായത് പൊട്ടാസ്യം ക്ലോറൈഡ്. അടുത്തെന്ന് പറഞ്ഞാൽ SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പോൾ ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിനേക്കാൾ നമ്മൾ ഈ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉപയോഗിക്കുമ്പം ഒരു ന്യായമായിട്ടുള്ള ഈർപ്പവും വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദോഷം വരും. ചില ആൾക്കാർ ചുമ്മാ കണ്ണും പൂട്ടി കാണുന്നുണ്ട്, അപ്പോൾ കാടടച്ച് വെടിവെച്ചിട്ടും കാര്യമില്ല. അതെ അതെ. അപ്പോൾ ഈ ഒരു സാർ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാം. ഓൺലൈനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1:1:1 എന്നാണ്. അപ്പോൾ ഒരു SOP ഒരു കുറച്ചുകൂടെ അര കിലോയുടെ ആഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് കായ്ക്കുന്ന ചെടികളാകുമ്പോൾ കുറച്ച് പൊട്ടാഷിൻ്റെ അംശം കൂടണം. അത് നമ്മുടെ വാഴ കൃഷി കണ്ടിട്ടില്ലേ, കുലയ്ക്കുന്ന സമയത്ത് ഇച്ചിരി പൊട്ടാഷ് കൂടുതൽ കൊടുക്കണം. അതായത് കായ്ക്ക് മുഴുപ്പ് കിട്ടാനും അത് നമുക്ക് കൊടുക്കണം. ഇപ്പം നമ്മൾ പല കുരുമുളകാണേലും തെങ്ങിനാണേലും പൊട്ടാഷാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. ഏലത്തിനും കൊടുക്കണം, വാരിക്കൂരി കൊടുക്കുകയല്ല. പിന്നെ നമ്മുടെ ഷോർട്ടേജ് നോക്കണം. ഇടുക്കിയിലെ ഏകദേശം മണ്ണുകളിലെല്ലാം ഫോസ്ഫറസും പൊട്ടാസ്യം ആവശ്യത്തിനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഈ മഴക്കാലത്തും പൊട്ടാഷ് കൊടുക്കുന്നത് കുറച്ചുകൂടി ചെടിക്ക് പ്രതിരോധം തീർക്കാൻ ഈസി ആയിരിക്കും. നല്ല. അപ്പോൾ ഇത് നോക്കി കൊടുക്കണം. നമ്മുടെ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കാം. കലക്കി ഒഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. കലക്കി ഒഴിക്കാനുള്ള സാധനം അല്ല അത്. കലക്കി ഒഴിക്കുന്ന ഒരു കായ വീണ പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരുപാട് സാറേ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് സിലിക്കയെ പറ്റിയും പൊട്ടാഷിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിച്ചതിൽ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.